എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ EXന്റെ ടാലി പ്രൈമിൻ്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രയൽ ബാലൻസ് എങ്ങനെ ലെഡ്ജർ ക്രിയേഷനായിട്ട് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ സംഭവമൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ ഓരോ വ്യത്യസ്ത വർക്കുകളാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 4ാമത്തെ വർക്കും നമുക്ക് ചെയ്യാനുള്ളത് ട്രയൽ ബാലൻസ് തന്നെയാണ്. അതെങ്ങനെയാണ് നമുക്ക് ലെഡ്ജർ ക്രിയേഷനായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് മുൻപുള്ള ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രയൽ ബാലൻസിനെ ലെഡ്ജർ ക്രിയേഷനായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവർ ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ടാലി പ്രൈം വർക്ക് എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് വർക്ക് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഒരു പ്ലേലിസ്റ്റ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വർക്കുകളും നിങ്ങൾ ആദ്യം കാണുക. നിങ്ങൾക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതിൽ പറയുന്ന ഈ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു വർക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ പറയേണ്ട കാര്യം നമ്മുടെ ലാസ്റ്റ് വർക്കാണത്, അതായത് ട്രയൽ ബാലൻസിൻ്റെ ലാസ്റ്റ് വർക്കാണത്. ഇനി നമുക്ക് അടുത്തായിട്ട് ബാലൻസ് ഷീറ്റ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ലെഡ്ജർ ക്രിയേഷനായിട്ട് ചെയ്യാമെന്നുള്ളത് കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും കറക്റ്റ് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് പ്രൊജക്റ്റിൽ, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ അസൈൻമെൻറ്റുകളിലെ ഗ്ലോബൽ LTD എന്ന 4ാമത്തെ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ട്രയൽ ബാലൻസ് ലെഡ്ജറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതിലെ തന്നെ നമുക്ക് 4ാമത്തെ വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ട്രയൽ ബാലൻസ് ആണിത്. നോക്കാം, നമുക്ക് 4ാമത്തെ വർക്ക് അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കുകളിൽ അവസാനത്തെ ഒരു വർക്ക് കൂടിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഇതിലെന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം ഈ ഒരു വർക്കിൽ. ഓക്കെ, ആദ്യം തന്നെ തന്നിട്ടുള്ളത് നമുക്ക് സ്റ്റോക്കാണ് അല്ലേ. സ്റ്റോക്കിൻ്റെ ഈ എമൗണ്ട് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല. 2150 സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്കത് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ആദ്യം തന്നിട്ടുള്ളത് സെയിൽസ് ആണ്, 25,000. ഓക്കെ, പിന്നെ ഇതിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? സാലറി വന്നിട്ടുണ്ട് അല്ലേ, മെഷീനറീസ്, അതേപോലെ ഫർണിച്ചർ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, പർച്ചേസ്, റിട്ടേൺ ഇൻവേർഡ്. എന്താണ് റിട്ടേൺ ഇൻവേർഡ്? സെയിൽസ് റിട്ടേൺ ആണ്. അതേപോലെ റിട്ടേൺ ഔട്ട്വേർഡ് പർച്ചേസ് റിട്ടേൺ ആണ്. റിപ്പയറിങ് ചാർജാണ്. ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട്. അതുപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഡയറക്റ്റ് വേജ്, ക്യാരേജ് ഇൻവേർഡ്, അതുപോലെ ജനറൽ എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ബാഡ് ഡെപ്റ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ്. ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് 2150 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ വരേണ്ടത് ഇതിലാണ് ക്രിയേറ്റിൽ വരിക, ലെഡ്ജർ എടുക്കുക, ലെഡ്ജറിൽ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം തന്നിട്ടുള്ളത് നമുക്ക് സെയിൽസ് ആണ് അല്ലേ. സെയിൽസിൻ്റെ നമ്മൾ അണ്ടർ എന്താണ് കൊടുക്കുക? സെയിൽസ് അക്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് കൊടുത്തിട്ട് എമൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത് 25,000 എമൗണ്ട്. ഓക്കെ, ക്രെഡിറ്റും ഡെബിറ്റും മാറിപ്പോകാതെ കറക്റ്റ് കൊടുക്കണം, നമുക്ക് വർക്കിൽ തന്ന പോലെ തന്നെ. ഓക്കെ, സേവ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് സാലറിയാണ് നമുക്ക് തന്നിട്ടുള്ളത്, എംപ്ലോയീസിൻ്റെ സാലറി അല്ലേ. അത് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 735 എമൗണ്ട്. അത് ഡെബിറ്റാണ് എമൗണ്ട് ആയിട്ട് വരേണ്ടത്. ഓക്കെ, സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പിന്നെ അതിൽ കണ്ട എന്താണ്? മെഷീനറീസ് ആണ്. ഓക്കെ, മെഷീനറി നമുക്കൊരു ഫിക്സഡ് അസറ്റാണ് കേട്ടോ, മാറിപ്പോവരുത്. ഫിക്സഡ് അസറ്റ് കൊടുക്കുന്നു. ഫിക്സഡ് അസറ്റായിട്ട് മെഷീനറീസിൻ്റെ എമൗണ്ട് 11,450 എമൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അതും ഒരു ഡെബിറ്റ് അക്കൗണ്ടാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫർണിച്ചർ ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് നമ്മൾ കൊടുക്കുന്നത് നോക്കുക 3,400 അതിൻ്റെ എമൗണ്ട് കേട്ടോ. ഓക്കെ, ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് തന്നെയാണ് 3,400, അതും ഒരു ഡെബിറ്റ് അക്കൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി ഇത് അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്? നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുന്നു. ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുമ്പോൾ
ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിട്ട് 475 എമൗണ്ട്. ഓക്കെ, 475. ഓക്കെ, 475 നമ്മൾ കൊടുത്തു. കമ്മീഷൻ റിസീവ്ഡും സെയിം അക്കൗണ്ട് തന്നെയാണ് അല്ലേ, അതേപോലത്തെ മറ്റൊരു അക്കൗണ്ടാണ്, ഗ്രൂപ്പ് സെയിം ആണ്, ഇൻഡയറക്റ്റ് ഇൻകാണ്. കമ്മീഷൻ റിസീവ്ഡ് 638. ഓക്കെ, നമ്മൾ ഡിഫറൻസ് ശ്രദ്ധിക്കണം. ഡിഫറൻസ് ഇതാ ഈ ഒരു ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പർച്ചേസ് അല്ലേ. പർച്ചേസ് നമുക്കറിയാം, പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്, സെയിം അക്കൗണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുക. പർച്ചേസിൻ്റെ അക്കൗണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുക. 8500. ഓക്കെ, ഡെബിറ്റ് അക്കൗണ്ടാണ്. അടുത്ത് റിട്ടേൺ ഇൻവേർഡ്. ഓക്കെ, റിട്ടേൺ ഇൻവേർഡ് മാറിപ്പോകരുത്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർഡ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നതാണ്. സെയിൽസ് റിട്ടേൺ ആയതുകൊണ്ട് അത് സെയിൽസിൻ്റെ അക്കൗണ്ടായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സെയിൽസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 730 നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് ഡെബിറ്റ് അക്കൗണ്ടാക്കി മാറ്റണം. ഇവിടെ ഇപ്പോൾ ക്രെഡിറ്റ് അക്കൗണ്ടാണ്, സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ ഡെബിറ്റ് ആക്കി മാറ്റാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അതാണ് സെയിൽസ് റിട്ടേൺ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്തത് റിട്ടേൺ ഔട്ട്വേർഡ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബാലൻസ്, നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ബാലൻസ് അവിടെ വരുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കാരോ. ഓക്കെ, റിട്ടേൺ ഔട്ട്വേർഡ് പർച്ചേസ് റിട്ടേൺ ആണ്. ഓക്കെ, പർച്ചേസ് റിട്ടേൺ ആയതുകൊണ്ട് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെ കൊടുക്കുക. എമൗണ്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുക, 210. അത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്, റിട്ടേൺ ഔട്ട്വേർഡ് കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിങ് ചാർജാണ്. ഓക്കെ, റിപ്പയർ ചാർജ് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ 427 അല്ലേ, അതിൻ്റെ എമൗണ്ട് 427 നമ്മൾ കൊടുത്തു, സേവ് ചെയ്തു. ഇനി അടുത്തത് നോക്കുക, ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡിൻ്റെ അണ്ടർ എന്താണ് വരിക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഡിസ്കൗണ്ട് അലൗഡ് പറയുമ്പോൾ സെയിൽസിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസാണ്. 175 തന്നിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസുകളൊക്കെ നമുക്ക് ഡെബിറ്റ് അക്കൗണ്ടുകളാണ്. ഇനി അടുത്ത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. പർച്ചേസിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഡിസ്കൗണ്ടാണ്. നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ് ഇൻകാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇൻഡയറക്റ്റ് ഇൻകം കൊടുക്കുമ്പോൾ 243 അതിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്താണ് റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പലരും ഇത് എന്താണെന്ന് അറിയില്ല, റെൻറ്റ് ആൻഡ് റേറ്റ്സ്. അപ്പോൾ റെൻറ്റ് ആൻഡ് റേറ്റ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുമ്പോൾ എമൗണ്ട് നമ്മൾ കറക്റ്റ് കൊടുക്കുക, 371. ഓക്കെ, നമ്മൾ ഡിഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി അടുത്തതാണ് ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് വേജ്. അപ്പോൾ ഡയറക്റ്റ് വേജ് എന്തായാലും വേജ് ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് വേജ് ഡയറക്റ്റ് എക്സ്പെൻസിൽ തന്നെ കൊടുക്കുക. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം 1340 അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരേജ് ഇൻവേർഡ് ആണ്. എന്താണ് ക്യാരേജ് ഇൻവേർഡ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ട്രാൻസ്പോർട്ടിങ് ചാർജാണ്. അത് ഡയറക്റ്റ് എക്സ്പെൻസാണ്. പർച്ചേസിൻ്റെ കൂടെ തന്നെ വന്നതുകൊണ്ട് അതും ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നെയാണ്. 132 അതിന് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസസ് ആണ് അല്ലേ. ജനറൽ നമ്മൾ നേരത്തെ വായിച്ച പോലെ തന്നെ ജനറൽ എക്സ്പെൻസുകൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ജനറൽ എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. പൊതുച്ചെലവുകൾ എന്ന് പറയുന്നത് 322 അതിന് എമൗണ്ട്. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു അക്കൗണ്ടാണത് അല്ലേ. അതിന് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന നിക്ഷേപമാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് സെയിം അതേപോലെ അല്ലേ, ആ പേര് പോലെ തന്നെ കറക്റ്റായിട്ടാണ് അതിൻ്റെ അണ്ടറും വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. 10,000 10,000 കൊടുക്കേണ്ടത്. ഓക്കെ, 10,000 കൊടുത്തു, ഞാനത് സേവ് ചെയ്തു. സൺട്രി ഡെപ്റ്റേഴ്സ് ശ്രദ്ധിക്കുക. സൺട്രി ഡെപ്റ്റേഴ്സ് ആരിൽ നിന്നാണോ ഇങ്ങോട്ട് പണം കിട്ടാനുള്ളത് അവരെയാണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവാണോ അല്ലേ നോക്കണം. അതിനനുസരിച്ച് വേണം നമുക്ക് ചെയ്യാൻ. അത് ആക്റ്റീവാക്കി കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 3500 എമൗണ്ട്. ഓക്കെ, കൊടുക്കുമ്പോൾ ഇവിടെ OB ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, എന്താണ് OB എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവർക്ക് ആർക്കാണോ നമ്മൾ പണം കൊടുക്കാനുള്ളത് അവരാണ് അല്ലേ. അപ്പോൾ അവർക്കും ഇതേപോലെ മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവായിട്ട് തന്നെ കൊടുക്കണം. ശേഷം എൻ്റർ ചെയ്യുക, എമൗണ്ട് കൊടുക്കുക. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 2850 എമൗണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് OB തന്നെയാണ് അല്ലേ. OB ഓൾഡ് ബാലൻസ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് തന്നെ നമുക്ക് OB കൊടുക്കാം. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് ഒരിക്കലും പേജ് പഠിച്ച് ഒരിക്കലും ടൈപ്പ് ചെയ്ത് കൊടുക്കരുത്. പേജ് പഠിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. കീബോർഡിൽ കാണുന്ന പേജപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക, മെല്ലെ മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ അതാ ക്വിറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പോകില്ല. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി മെല്ലെ മെല്ലെ ഇങ്ങനെ അടിച്ച് നോക്കുക. ഓക്കെ, ഇങ്ങനെ അടിക്കുക, മെല്ലെ ഇങ്ങനെ പേജപ്പ് ഇങ്ങനെ അടിക്കുക. പേജപ്പ് അടിക്കുന്തോറും നമുക്ക് മെസ്സേജ് വരുമ്പോഴൊക്കെ എസ്കേപ്പ് അടിച്ച് ഒഴിവാക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വരും. ക്യാഷ് ഓക്കെ, ക്യാഷ് ഇവിടെ എത്തും. ഓക്കെ അല്ലേ, അതുകൊണ്ടാ ക്യാഷ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞു. ക്യാഷിൻ്റെ അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ 185 അതിൻ്റെ എമൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാഷ് അറ്റ് ബാങ്ക്. അതെന്തായാലും നമ്മൾ ടൈപ്പ് ചെയ്യുക വേണം. ബാങ്ക് അക്കൗണ്ടിലുള്ള പണമാണ് ക്യാഷ് അറ്റ് ബാങ്ക്. അണ്ടർ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട്, ബാങ്കിന് നമ്മൾ അണ്ടർ ബാങ്ക് അക്കൗണ്ട് തന്നെയാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ സെയിം ബാങ്ക് അക്കൗണ്ട് തന്നെ നമ്മൾ കൊടുത്തു. 17,512 നമുക്ക് വർക്കിൽ തന്നിട്ടുള്ള എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് കൊടുക്കേണ്ടത്? ക്യാപിറ്റലിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് കൊടുക്കുന്നു. 35,000 അതിന് എമൗണ്ട് തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോയിങ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡ്രോയിങ്സിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തതാണ്. 2145. എന്നിട്ട് എൻട്രി ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് അക്കൗണ്ടായിട്ടായിരിക്കും വരിക, ഡെബിറ്റാക്കി മാറ്റുക. ഓക്കെ, വർക്കിൽ നമുക്ക് ഡെബിറ്റായിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. ബാഡ് ഡെപ്റ്റിൻ്റെ അണ്ടർ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമുക്ക് അല്ലേ. ബാഡ് ഡെപ്റ്റ് അതായത് കടം എഴുതി തള്ളുക. ഓക്കെ, അണ്ടർ 500 ആണ്. ഇനി അടുത്തത് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ഇതിൽ ലാസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു അക്കൗണ്ട് തന്നെയാണ് 842. ഈ 842 ഞാനിവിടെ കൊടുക്കുന്നതോടുകൂടി ഇവിടെ എന്ത് കറക്റ്റായി? നമുക്ക് വന്നിട്ടുള്ള 2150. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ വർക്ക്. ഈ സ്റ്റോക്ക് 2150 എന്ന് പറയുന്ന ഈ കറക്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടണം. ഓക്കെ, ഈ ഡിഫറൻസ് നമുക്ക് കിട്ടണം. അപ്പോൾ അത് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യുന്നതോടുകൂടി കണ്ട 2150 കറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എസ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾട്ടറിൽ വന്നിട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് നമുക്കിതിൻ്റെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 12,492. അതായത് ഇതുവരെയുള്ള പീരീഡിലെ ട്രയൽ ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ അത് പ്രകാരമുള്ള പ്രോഫിറ്റും ലോസും നമുക്ക് കറക്റ്റ് സിസ്റ്റം തന്നിട്ടുണ്ട് 12,492. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് നമുക്ക് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാം. ബാലൻസ് ഷീറ്റിലും കറക്റ്റായിട്ട് നമുക്ക് ഡീറ്റെയിൽ കാണിക്കുന്നുണ്ടാവും. ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് മൈനസ് ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് ലോസ് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പർച്ചേസ് റിട്ടേൺ ലെസ് ആയിട്ട് വേണം നമ്മൾ വരാൻ വേണ്ടി. റിട്ടേൺ ഔട്ട്വേർഡ് മൈനസ് ആയിട്ടുണ്ട്. അതുപോലെ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വർക്കിൽ പ്രധാനമായിട്ടും നമുക്ക് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ അല്ലേ, ഈ സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് അവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് വന്നതോടുകൂടി നമുക്ക് കണക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് വെച്ചിട്ടുള്ള ലെഡ്ജർ ക്രിയേഷൻ അവസാനിക്കുകയാണ് ഇതോടുകൂടി. ഇനി നമുക്ക് വരാനുള്ളത് ബാലൻസ് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ലെഡ്ജർ ക്രിയേഷനാണ്. അതിൻ്റെ 3 വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.